അകതാരിൽ സർവേശ്വരാ നീ കനിയണമേ. നന്മയും തിന്മയും വേർതിരിച്ചറിയുവാൻ സൽബുദ്ധി ഞങ്ങൾ കേകണമേ. നന്മയും തിന്മയും വേർതിരിച്ചറിയുവാൻ സൽബുദ്ധി ഞങ്ങൾ കേകണമേ. നിത്യവും ഞങ്ങൾ ഭക്തിയോടർപ്പിക്കും ഈ പ്രാർത്ഥന ഞങ്ങൾ കേകണമേ. നിത്യവും ഞങ്ങൾ ഭക്തിയോടർപ്പിക്കും ഈ പ്രാർത്ഥന ഞങ്ങൾ കേകണമേ. ജ്ഞാനപ്രകാശം അകതാരിൽ നിറയുക സർവേശ്വരൻ കനിയണമേ. സർവേശ്വരാ നീ കനിയണമേ. സർവേശ്വരാ നീ കനിയണമേ. Good afternoon to all. My name is Minimol B. Today's thought. Success is a vehicle which moves on wheel called hard work, but the journey is impossible without fuel called self-confidence. Win in life. Thank you. Okay. PDF കാണുന്നുണ്ടോ? സൈനിങ് സൈനിങ് ഇല്ലേ ഫർസാന? ഫർസാന ഫർസാന സൈനിങ് ആരാണ്? കേൾക്കുന്നില്ലല്ലോ. ഫർസാന മിസ്സേ സൈനിങ് ഇന്ന് പറഞ്ഞിരുന്ന കുട്ടി ശ്രീകുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ഫോൺ കംപ്ലൈന്റ് ആയി എന്നും പറഞ്ഞിട്ട് കയറാൻ പറ്റില്ല എന്നിട്ട് ഇപ്പൊ തന്നെ 1:30 വിളിച്ചത്. അപ്പൊ അത് കാരണം ഇപ്പൊ പെട്ടെന്ന് വേറെ കുട്ടീനെ അറേഞ്ച് ചെയ്താണ് ഫർസാന. അപ്പൊ അവളെ കാണാനില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം, കുഴപ്പമില്ല. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലാസ്റ്റ് ഭാഗങ്ങളാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? മെത്തേഡ്സുകൾ പറഞ്ഞു. ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, ക്ലിനിക്കൽ ഓർ കേസ് സ്റ്റഡി മെത്തേഡ്, എക്സ്പീരിമെന്റൽ മെത്തേഡ്, സർവേ മെത്തേഡ് ആൻഡ് ടെക്നിക് ടൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി. സർവേ മെത്തേഡ് വരെ. ഇത് നിങ്ങൾ എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്താന്ന് ചോദിച്ചില്ലേ? ചെറുതായിട്ട് തരാൻ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അതായത് മുന്നേ അറേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് കൺട്രോൾഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നടത്തുന്ന എക്സ്പീരിമെന്റൽ മെത്തേഡ് ആണെന്ത്? സയന്റിഫിക് മെത്തേഡോ എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രീ അറേഞ്ച്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണം നടത്തപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. എക്സ്പീരിമെന്റൽ മെത്തേഡ് കൺസിസ്റ്റ് ഓഫ് experimental methods consist of എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. Experimental method consists of
experimental method consists of actions, 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 actions performed under, performed, P-E-R-F-O-R-M-E-D, performed under prearranged, prearranged, P-R-E, prearranged, prearranged controlled conditions, prearranged controlled conditions, prearranged controlled conditions. Experimental method consists of, experimental method consists of actions performed under prearranged controlled conditions. Experimental method consists of actions performed under prearranged controlled conditions. Note ചെയ്തോ? Yes, miss. അതായത് മുന്നേ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങള് കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നടത്തുന്ന എക്സ്പീരിമെന്റ് ആണ് എന്ത് എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ലാബൊക്കെ കെമിസ്ട്രി ലാബ് സയൻസ് ലാബൊക്കെ എന്താണ് അവിടെ എങ്ങനെയാണ് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ആ ലാബ് ഫോർമുലകളെല്ലാം തന്നെ കംപ്ലീറ്റഡ് ആയിട്ടത് തയ്യാറാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പൊ പ്രീ പ്ലാൻഡ് ആണ് അല്ലെ, നേരത്തെ അത് അറേഞ്ച് വെച്ചിട്ടാണ് ഒരു എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുന്നത്. എല്ലാ പരീക്ഷണങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ മെറിറ്റ്സ് കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. എക്സ്പെരിമെന്റൽ മെത്തഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് മെറിറ്റ്സ്. മിസ് അതിന്റെ മലയാളം ഒന്നും കൂടി പറയോ? എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ മലയാളം. അതായത് നേരത്തെ അറേഞ്ച്, അതായത് മുൻപേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഞാനത് എന്റെ ലാംഗ്വേജിൽ പറഞ്ഞതാണ്. മുന്നേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങള് കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസില്, മുന്നേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങള് കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നടത്തപ്പെടുന്ന പ്രക്രിയയാണ് എന്ത് എക്സ്പീരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രീ അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ രീതിയാണ് ഇത് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മെറിറ്റ്സ് വേണമെങ്കിൽ കേട്ടിരുന്നാൽ മതി, നോട്ട് ചെയ്യണമെന്നില്ല. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റിന്റെ ഗുണം എന്താണ്? അത് മോസ്റ്റ്ലി സിസ്റ്റമാറ്റിക് ആയിരിക്കും, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് റിയലബിൾ ആയിരിക്കും അല്ലെ, നമുക്ക് മെഷർ ചെയ്ത് കാണാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും എന്ത് ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാണ് മോസ്റ്റ്ലി സിസ്റ്റമാറ്റിക് മെത്തേഡ് ആൻഡ് റിയലബിൾ ആണ്. എന്ത് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സിസ്റ്റമാറ്റിക് മെത്തേഡ് ആൻഡ് റിയലബിൾ ആണ്. Then ആക്യുറേറ്റ് ഒബ്സർവേഷൻസ്, അടുത്തൊരു മെറിറ്റ് ആണ് ആക്യുറേറ്റ് ഒബ്സർവേഷൻ അല്ലെ. നമ്മള് ഓരോ ടൈമും അതിന് ആക്യുറേറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തായിരിക്കും അത് ഒബ്സർവ് ചെയ്തത്. പരീക്ഷണം നടത്തുന്ന സമയത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്താണ് ഓരോ സ്റ്റെപ്സും കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആക്യുറേറ്റ് ഒബ്സർവേഷൻസ് ആണ് എക്സ്പെരിമെന്റൽ മെത്തേഡിൽ നടക്കുന്നത്. ഓക്കെ, ആക്യുറേറ്റ് ഒബ്സർവേഷൻസ് ആണ് ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡിൽ നടക്കുന്നത്. എന്തോ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? മോസ്റ്റ്ലി സിസ്റ്റമാറ്റിക് മെത്തേഡ് ആൻഡ് റിയലബിൾ.
Mostly systematic method after reliable. Then accurate observations. Accurate observation. Experiment method എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? Establish cause effect relationship അല്ലെ, കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പരീക്ഷണം നടത്തപ്പെടുന്നത്. Establish cause effect relationship. Establish cause cause C-A-U-S-E cause effect E-F-F-E-C-T effect relationship. Cause effect relationship. Okay. Experimental method എന്ന് പറഞ്ഞാൽ എന്താണ്? Experimental methods consist of actions performed under pre-arranged controlled conditions. Okay, മുന്നേ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നടത്തപ്പെടുന്ന ഒരു പ്രോസസ് ആണ്. പരീക്ഷണ രീതിയാണ് എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സർവേ മെത്തേഡ് പറഞ്ഞു അല്ലേ? Techniques and tools of educational psychology. Selection of suitable techniques and tools help the investigator in exploring the driver's stance of the study and sufficient measures so as to satisfy the needs. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലുള്ള ടെക്നിക്സും ടൂൾസുകളുമാണ് എന്താ ഒരു ഇൻവെസ്റ്റിഗേറ്ററെ അല്ലെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് അല്ലെ മനഃശാസ്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ കണ്ടെത്തുന്നതിന് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെക്നിക്സുകളും ടൂൾസുകളും നമ്മൾ പ്രോപ്പർ ആയിട്ട് സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിന് ഓരോന്ന് തിരഞ്ഞെടുക്കുന്നതിനും ഓരോ സൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്സുകൾ അവൈലബിൾ ആണ്. ഓരോ രീതിക്കും ഓരോ മെത്തേഡ്സും ടെക്നിക്സുകളും അനുസരിച്ചിട്ടാണ് മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പോ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ളത് നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു, കംപ്ലീറ്റഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് നാളെ കിട്ടും കേട്ടോ. നാളെ ക്ലാസ് റൂമിൽ ഇടാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ചാപ്റ്റർ ആണ് യൂണിറ്റ് 10 ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് PDF കാണുന്നുണ്ടോ? കാണണില്ല മിസ്. എടുക്കട്ടെ കേട്ടോ. കയ്യിലുണ്ടോ ചാപ്റ്റർ? കയ്യിലുണ്ടോ നിങ്ങളുടെ? ഉണ്ട്. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഒന്ന് നോക്കട്ടോ, ഒന്ന് വായിച്ചു നോക്കിയേ പോരാ. ന്യൂ ചാപ്റ്റർ ആണോ മാം? ഞാനിപ്പോൾ കേറിയതേ ഉള്ളൂ. സെക്കൻഡ് ചാപ്റ്റർ എടുക്കാൻ പറ്റില്ല.
കാണാമോ? കാണാം മിസ്. Unit 10 individual differences. ഇനി മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്? 6th ചാപ്റ്ററോ സൈക്കോളജി ആണോ? 6th ചാപ്റ്റർ സൈക്കോളജി ആണോ ചോദിക്കുന്നത്? യെസ്, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് എടുക്കാം കേട്ടോ. ചോദിക്കുന്നത് നോക്കിയാണോ നോക്കേ. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ടീച്ചർ എടുത്തു. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ സൈക്കോളജി, ഡിഫൻസ് മെക്കാനിസം. ഇത്ര ഞാൻ എടുത്തതല്ലേ? സൈക്കോളജി മാത്രമല്ലേ ഉള്ളൂ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചിലപ്പോ നിശാംസ് എടുക്കുമായിരിക്കും. നീഡ്സ് എടുത്തില്ലല്ലോ. നീഡ്സ് എടുത്തിട്ടില്ലല്ലോ കേട്ടോ. ഇല്ല ഇല്ല മാം. എടുക്കാം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എടുക്കട്ടെ. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാമോ? It is an unquestionable fact that human beings resemble each other in certain aspects, but they are not exactly alike in all respects. No two individuals are similar, not even identical twins. Individual differs in their intelligence, aptitude, interest, attitude, and other personality traits. These disparities between individuals that separates them from one another and make one as a distinctive individual in oneself are termed as individual difference. ഓക്കെ, എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞാല്? പറഞ്ഞേ. ഒരാളുടെ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി എന്നതൊക്കെ ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ദിവ്യാണോ പറഞ്ഞത്? അതെ. It's an unquestionable fact that human beings resemble each other in certain aspects, but they are not exactly alike in all respects. No two individuals are similar, not even identical twins. Individuals differ in their intelligence, aptitude, interest, attitude, and other personality traits. അപ്പൊ നമ്മളിവിടെ പറയുന്നത് പ്രധാനമാണ് ഓരോ വ്യക്തികളും എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നാണ് അല്ലെ. എല്ലാവരും പരസ്പരം, എല്ലാവരിലും വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ. നമ്മള് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേപോലെ ആയിരിക്കും. മീൻസ് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. പക്ഷെ എന്താണ്, നമ്മുടെ പല കാര്യങ്ങളില് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരിലും എന്തുണ്ട്? ഡിഫറൻസസ് ഉണ്ട്. വ്യത്യസ്തരാണ് എല്ലാവരും, എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് വ്യത്യസ്തത ഉള്ളത്? ഇന്റലിജൻസ്, ബുദ്ധിപരമായിട്ട്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, താല്പര്യങ്ങള്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അല്ലെ. എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? ക്യാരക്ടർ സവിശേഷതകൾ അല്ലെ. നമ്മുടെ സ്വഭാവ സവിശേഷതകളെല്ലാം തന്നെ വ്യത്യസ്തമാണ്. These disparities between individuals that separate them from one another and make one as distinctive individual in oneself are termed as individual difference. ഇവിടെ individual differences എന്ന് പറയുന്നത് എന്താണ്?
മാം ഈ ട്വിൻസിന്റെ കേസിലൊക്കെ ഒരുപോലെ ആയിരിക്കും അവരുടെ മുഖങ്ങളൊക്കെ, പക്ഷെ അവര് രണ്ടാളും അവരുടെ രണ്ടും സ്വഭാവം പേഴ്സൺ ആയിരിക്കും അല്ലേ? ആ, അവര് സിമിലർ ആയിരിക്കും. ട്വിൻസ് രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നില്ല, പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ എന്താണ് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, രണ്ടും രണ്ട് പേഴ്സൺ ആണ്, ഒരേപോലെ ഇരിക്കുന്നേ ഉള്ളൂ അല്ലെ? പക്ഷെ രണ്ടും രണ്ട് വ്യക്തികളാണ്. രണ്ടുപേർക്കും രണ്ട് സ്വഭാവങ്ങളായിരിക്കും. പക്ഷെ സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കാം, പക്ഷെ എന്നിരുന്നാലും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ എല്ലാവരും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഇവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പ്രധാനമായി പറയുന്നത് എന്താണ്? Disparities between individuals that separate them from one another and make one as distinctive individual in oneself are termed as individual difference. Underline ചെയ്യാട്ടോ. Disparities between തുടങ്ങി underline ചെയ്യാം. Disparities between തുടങ്ങി underline ചെയ്യാം. എല്ലാവരും ഒരേപോലെ ആയിരിക്കാം, പക്ഷെ എന്നിരുന്നാലും അവരുടെ സ്വഭാവത്തിലും അതുപോലെ ഇൻട്രസ്റ്റിനും താല്പര്യങ്ങളിലും എന്താണ് എല്ലാവരും വ്യത്യസ്തത പുലർത്തുന്നവരാണ് അല്ലെ? ഓരോ വ്യക്തികളും എന്താണ് വ്യത്യസ്ത അവരുടേതായ ഒരു സെൽഫ് അല്ലെ, അവർക്ക് സ്വന്തമായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പൊ എന്റെ സ്വഭാവം അല്ല നിങ്ങളുടെ സ്വഭാവം അല്ലെ? നമ്മൾ എൻറ്റയർലി നമ്മൾ ഡിഫറെന്റ് ആണ്. ആർക്കും ഒരേപോലത്തെ ഒരു സ്വഭാവം എങ്ങും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാവരും വ്യത്യസ്തരാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ നേച്ചർ എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, എങ്ങനെയായിരിക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കുന്നത്? The nature of individual difference can be briefed as follows. Individual differences are one of degree, not one of kind. എന്താണ് പറയുന്നത്? Individual differences are one of degree, not one of kind. എന്താണ്? അതായത് ഡിഗ്രിയിലുള്ള ഒന്നാണെന്നാണ് പറയുന്നത് അല്ലെ? അതിന്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഡിഗ്രി, ഒരാളുടെ അളവിലുള്ളതാണ്, അല്ലാതെ ആളുടെ കൈൻഡിലുള്ളതല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് all person to have common human traits. വായിക്കുമ്പോൾ മനസ്സിലാവും. all person to have common human traits. എല്ലാ മനുഷ്യർക്കും എന്താണുള്ളത്? കോമൺ ആയിട്ടുള്ള ഒരു മാനുഷിക പൊതുവായ ഒരു സ്വഭാവമുണ്ട് അല്ലെ? But the amount and properties of such traits differ from person. That leads to uniqueness of personality and behavior. പക്ഷെ എന്താണ്, ചില കാര്യങ്ങളിൽ, ചില പ്രോപ്പർട്ടീസിൽ, ചില സ്വഭാവ സവിശേഷതകള് എന്താണ് എല്ലാ പേഴ്സൺസിലും എന്തായിരിക്കും? ആ പേഴ്സണാലിറ്റി ബിഹേവിയറും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ ഒരേപോലെ ആണെങ്കിൽ കൂടിയും നമ്മളിൽ എന്താ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. So the concept of individual differences means to quantitative difference found among individuals in respect of a specific trait or various traits. അതായത് വിവിധ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾക്കുള്ളത് അല്ലെ? വിവിധ സ്വഭാവ സവിശേഷതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രധാനമായി നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന രീതിയിൽ അതിനെ കണക്കാക്കപ്പെടുന്നത്. അതായത് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, പറയുന്ന മലയാളം മക്കളൊന്ന് നോട്ട് ചെയ്യാം. വിവിധ സ്വഭാവ സവിശേഷതകളുടെ ഒരു പ്രത്യേക സ്വഭാവവുമായി ബന്ധപ്പെട്ട് വ്യക്തികൾക്കിടയിൽ കാണപ്പെടുന്ന പതുക്കെ പറയോ പ്ലീസ്. ഒരു പ്രത്യേക വിവിധ സ്വഭാവ സവിശേഷതകളുടെ ഒരു പ്രത്യേക സ്വഭാവവുമായി ബന്ധപ്പെട്ട് വ്യക്തികൾക്കിടയിൽ കാണപ്പെടുന്ന
വ്യക്തികൾക്കിടയിൽ കാണപ്പെടുന്ന അളവിലുള്ള വ്യത്യാസങ്ങളെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഓരോ വ്യക്തികളിലും ഓരോ വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ. അതൊരു എല്ലാവരിലും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകളായിരിക്കും. എനിക്കുള്ള സവിശേഷതകളല്ല നിങ്ങൾക്കുണ്ടായിരിക്കും. അങ്ങനെ മറ്റു പലർക്കും പല രീതിയിലായിരിക്കും എന്ത് നമുക്ക് ഓരോ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അതായത് ട്രെയ്റ്റ്സ് ഉണ്ട്, വേരിയസ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആയിരിക്കും നമ്മൾക്ക് ഉണ്ടായിരിക്കും ഓരോ ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തികളും. ഓക്കെ, അപ്പൊ അതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അതിന്റെ ഡിഗ്രിയിലായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. അതായത് തരത്തിലല്ല, ഓരോരുത്തർക്കും ഓരോ സ്വഭാവ തരങ്ങളാണ് പറയുന്നത്. പറഞ്ഞോ, എന്തോ പറഞ്ഞോളൂ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാം. എല്ലാവരിലും ഓരോരോ വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. അതിന് ഓരോ തരം വെച്ചല്ല നമ്മൾ നോക്കുന്നത്. അതിന്റെ ഡിഗ്രിയിലാണ്, അതിന്റെ അളവിലാണ്. ആ ഒരു സ്വഭാവത്തിന്റെ സവിശേഷത അളക്കുന്നത് അതിന്റെ അളവ് മൂലമാണ് അല്ലെ. ആൾക്ക് എത്ര നല്ല ബിഹേവിയർ ആണ് ആള് കാണിക്കുന്നത്, എത്ര നല്ല രീതിയിലാണ് ആൾ പെരുമാറുന്നത് എന്ന് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ അളക്കുന്നത്. ഓരോ വേരിയസ് ട്രെയ്റ്റ്സുകളും അളക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സ്വഭാവം കാണിക്കുകയാണെങ്കിൽ എന്താണ്, ആള് നല്ല പേഴ്സണാലിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആ പേഴ്സൺ കാണിക്കുന്ന ആ സവിശേഷത നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റും അല്ലെ. ഒരാൾ നല്ല സ്വഭാവം ചീത്ത സ്വഭാവം കാണിക്കുന്ന നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലേ? അങ്ങനെയല്ലേ, നമ്മൾക്കത് മനസ്സിലാവില്ല അവർ കാണിക്കുന്ന സ്വഭാവം എങ്ങനത്തെ രീതിയിലാണ്, എന്ത് സവിശേഷതയാണ് അയാളുടെ സ്വഭാവത്തിലുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നല്ലതാണെങ്കിൽ നമുക്കത് അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. നല്ല ബിഹേവിയർ ആണ്, നല്ല രീതിയിൽ നല്ല വാക്ചാതുര്യത്തോടെ സംസാരിക്കുന്നു അല്ലെ, ബിഹേവ് ചെയ്യുന്നു. എങ്ങനെയാണ് ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളെ അളവിലാണ് അളക്കുന്നത്, അങ്ങനെയാണ്? യെസ്, അത് തന്നെ. അളവിലാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് കൈൻഡ് തരത്തിലല്ല, അത് കാണിക്കുന്ന അളവിൽ എത്രത്തോളം നല്ല ബിഹേവിയർ കാണിക്കുന്നു അതിന്റെ അളവിലാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമുക്ക് മനസ്സിലാവുന്നത്. ആ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ആദ്യത്തെ നേച്ചർ എന്ന് പറയുമ്പോൾ അതാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അത് അളന്ന് നോക്കാൻ സാധിക്കുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രെയ്റ്റ്സ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ സ്വഭാവ സവിശേഷതകളുടെ സാധാരണമായിട്ടുള്ള ഒരു വിതരണത്തെ കുറിച്ച്, സാധാരണമായിട്ടൊരു ഇൻഡിവിജ്വലിന്റെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണെന്നുള്ളതാണ് അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം. ഇതെങ്ങനെയാണ്? All measure of traits that contribute to individual differences tend to distribute themselves as per the laws of normal probability curve. അതായത് ഒരാളുടെ നോർമൽ ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു കർവാണ്. കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പേഴ്സണാലിറ്റി, സിറ്റുവേഷൻസ്, സ്വഭാവങ്ങളൊക്കെ അളക്കുന്നതിനെ സൈക്കോളജിക്കലി പരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷർമെന്റ്, ഒരു ഗ്രാഫാണ് പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട, അതെന്താന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, എത്രത്തോളം ഒരാളുടെ സ്വഭാവ സവിശേഷതകൾ എന്ത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കർവാണെന്ത്? പ്രോബബിലിറ്റി കർവ്. അതിങ്ങനെ ഒരു മെഷർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ബെൽ ഷേപ്പില്, പല ഷേപ്സ് ഉണ്ട് അതിന്. ഇപ്പൊ ബെൽ ഷേപ്സ് ആണ് വരുന്നതെങ്കിൽ ആള് കുറച്ചുകൂടി നല്ല രീതിയിൽ ബിഹേവിയർ ഉള്ള ആളായിരിക്കും. ദെൻ ഇൻട്രോവേർട്ടുകളാണെങ്കിൽ അതങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ ടൂൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മെഷർമെന്റ് അനുസരിച്ചിട്ടാണ് ഒരാളിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നത്. അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, അതൊക്കെ ആ ഭാഗത്ത് വരുന്നൊന്നുമില്ല. അതെന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ ഒരാളുടെ സാധാരണ ഒരു സ്വഭാവ വിതരണം എങ്ങനെയാണ് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? പ്രോബബിലിറ്റി കർവ് വെച്ച് നോക്കിയിട്ടാണ്, ആ ഒരു കർവ് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? അയാളുടെ വ്യക്തി വ്യത്യാസങ്ങൾ എത്രത്തോളം സവിശേഷതകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രെയ്റ്റ്സ്, സ്വഭാവ സവിശേഷതകളുടെ സാധാരണ വിതരണം അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. സ്വഭാവ സവിശേഷതകളുടെ സാധാരണ വിതരണം നമ്മൾ കണ്ടുപിടിക്കുന്നത്
നോർമൽ പ്രോബബിലിറ്റി കർവ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ആ നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ ലോസ്, നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സൈക്കോളജിസ്റ്റുകൾ അത് കണ്ടുപിടിക്കുന്നത് അതിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മിസ്. Yes, ma'am. അപ്പൊ കർവ് വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ സ്വഭാവ വ്യക്തികളുടെയും സവിശേഷതകൾ അനുസരിച്ചിട്ടായിരിക്കും അത് ഓരോന്ന് മെഷർ ചെയ്യുന്നത്. അതിന് ഓരോരോ പോയിന്റ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ആ കർവ്, നമ്മള് ഗ്രാഫ് വരയ്ക്കാറില്ല നിങ്ങള്, മനസ്സിലായോ? എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടല്ലോ. ഓരോ ആക്സിസ് എത്തുന്ന സമയത്ത്, ഓരോ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഓരോ ലെവലുകൾ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരാളുടെ ഡിഫറൻസസ് കണ്ടുപിടിക്കുന്നത്, ഇപ്പൊ ആദ്യത്തെ ലെവലിന്റെ പേര് ഓരോന്നിനും കറക്റ്റ് ആയിട്ടൊരു പേര് മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ മെഷറിൽ എത്തുന്ന ആൾക്ക് ആ ഒരു പൊസിഷൻ ആയിരിക്കും. അടുത്തത് അങ്ങനെ 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 പല ഷേപ്സിൽ അതിങ്ങനെ പോകും. ആ ഒരു കർവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ സ്വഭാവ സവിശേഷതകൾ അളക്കുന്നത്. ഓക്കെ, അടുത്തത് there exist both inter-individual and intra-individual differences. എന്താണ് ഇന്റർ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്? ഇൻട്രായും ഇന്ററും എന്താണ്? ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തെയും പുറത്തെയും പുറത്തുള്ളതായിട്ടുള്ള സ്വഭാവ ഇതുകൾ. വിത്തിനാണോ വിത്തിനാണോ ഇന്റർ എന്ന് വെച്ചാൽ വിത്തിനാണോ ഉള്ളിലാണോ? ഇന്റർ എന്ന് പറയുമ്പോ ഉള്ളില്, ഇൻട്ര എന്ന് പറയുമ്പോ പുറത്ത് അല്ലേ വരിക? ഒരാളുടെ ഉള്ളിലുള്ളതും പുറമേ ഉള്ള ഒരു പ്രകൃതം, ആ ഒരു ക്വാണ്ടിറ്റി, ആ ഒരു ട്രേസ്, സ്വഭാവത്തിന്റെ ആ ഒരു ഡിഫറൻസസ് ആണ് എന്താ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഇന്ററും ഇൻട്ര എന്നുള്ള രണ്ട് കാറ്റഗറി ടൈപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കുമല്ലോ അല്ലെ. രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങളായിരിക്കുമല്ലോ. ചിലപ്പോ പ്രത്യേക സ്വഭാവങ്ങള് വെച്ച് പുലർത്തുന്ന കുറച്ച് കാറ്റഗറി ടൈപ്പ് ഓഫ് പീപ്പിൾ ആണ്. അവരെ കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. Individuals not only differ among themselves with regard to a specific trait, but differences may also be noticed within the same individual when he is studied in respect of various traits. എന്താണ് പറയുന്നത്? ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസും ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസും എന്താണെന്നാണ് അവിടെ പറയുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സ്വഭാവം ഉണ്ടല്ലോ, ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സ്വഭാവവും ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സ്വഭാവത്തെ കുറിച്ച് പുറമേയുള്ള സ്വഭാവവും വ്യത്യസ്തമായിരിക്കും അല്ലെ. ആ സ്വഭാവ സവിശേഷതകൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും അല്ലെ. ഇൻഡിവിജ്വൽ അത് തമ്മിൽ നമ്മളിപ്പോ പുറമേ ഒരു സ്വഭാവമാണ് അല്ലെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോ എന്റെ ഒരു വേറൊരു ബിഹേവിയർ ആണ്. പക്ഷെ ഞാൻ എന്റെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ എന്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റു ചുറ്റുപാടുകളിൽ എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മൾ പെരുമാറുന്നത് അല്ലെ. നമുക്കപ്പോ വേറൊരു സ്വഭാവമായിരിക്കും. വീട്ടിൽ ശരിക്കും നമ്മൾ ഭയങ്കര എന്താണ്, ഫ്രീ ആണ് അല്ലെ. ഇവിടുത്തെ നമുക്ക് ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കുറച്ച് അല്ലെ. ഇപ്പൊ ക്ലാസ് ആണ്, അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ന വാക്കുകളെ സൂചിപ്പിക്കാൻ പാടുള്ളൂ, ഇന്ന രീതിയിലെ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് എന്താണ്? നമ്മൾ പുറമേയുള്ള സ്വഭാവമാണ് അല്ലെ. അതൊരു ഇൻട്രാ പേഴ്സണാലിറ്റി ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളും ക്ലാസ്സിൽ അങ്ങനെയല്ലേ? നിങ്ങളും ഒരു ഇൻട്രാ പേഴ്സണാലിറ്റി ആണ് അവിടെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ക്ലാസ് അറ്റൻഡ് ചെയ്യാണ് നിങ്ങൾ. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അമ്മയോ അച്ഛനോ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കേ നിങ്ങൾ പറയും ഇല്ലേ? ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു പറയില്ലേ? ഹലോ, എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്ന കാര്യമായിട്ട് ചോദിക്കുക? ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണോ അല്ലെങ്കിൽ ഉറങ്ങുവാണോ? എനിക്ക് റേഞ്ചിന്റെ പ്രോബ്ലം മാം. ഉറങ്ങല്ല ഞാൻ മിസ് പറയണതൊക്കെ എഴുതി വെക്കാണ്. ഞാനത് മനസ്സിലാവാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞു തന്നെയതാണ് കേട്ടോ. മനസ്സിലായില്ല? അപ്പൊ നമ്മൾക്ക് ഓരോ പേഴ്സൺസിന് എന്താണ് നമ്മളിപ്പോ
മാം നമ്മളിപ്പോ മറ്റുള്ളവരിങ്ങനെ പറയൂലേ, പിന്നെ അയാൾ പുറത്ത് കാണാൻ ഭംഗിയുണ്ട്, ശരിക്കും സ്വഭാവം വെറും മോശാന്നൊക്കെ പറയില്ലേ, അതുപോലെ. യെസ്, അതായത് നമുക്ക് ഒരു വ്യക്തിക്ക് 2 കാറ്റഗറി ടൈപ്പ് ഓഫ് എന്താണ് ട്രേറ്റ്സ് ഉണ്ടാവും, സവിശേഷതകൾ. ഒന്ന് ഇൻട്രാ ഉണ്ടായിരിക്കും, ഒന്ന് ഇന്റർ ഉണ്ടായിരിക്കും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. നിങ്ങളപ്പോ നോട്ട് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ഇതൊക്കെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ട്രേറ്റ്സ് എന്താണെന്ന് നോക്കിയൊക്കെ. ഇപ്പൊ ഹെഡ്ലൈൻസ് മാത്രം പഠിക്കുക കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രേറ്റ്സും ഇൻഡിവിജ്വൽ ഇന്റർ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇതിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട. പേരുകൾ മാത്രം നോട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. പക്ഷെ ഇന്റർ പറയണത് അകത്തും പുറത്തും അങ്ങനെയാണോ? യെസ്, അങ്ങനെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? എഴുതുന്നുണ്ട്. ഇത് നമ്മൾ വേരിയേഷൻ ഉണ്ടായിരുന്നു പീപ്പിൾസ് തമ്മില് വെച്ചിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്താണെന്ന്. ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയേഷൻ ട്രേറ്റ്സ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്താന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. വേരിയേഷൻ ട്രേറ്റ്സ് comma behaviors or variation in traits, behavior or characteristics between people. അതായത് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ്, ബിഹേവിയറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ ഉണ്ടാകുന്ന ബിഹേവിയറും അതുപോലെ തന്നെ എന്താണ് പീപ്പിൾസ് തമ്മിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അല്ല, ഓരോരുത്തരുടെ പുറമെയുള്ള അകത്തുള്ള സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻട്രാ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അതായത് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. നോട്ട് ചെയ്യുന്നുണ്ടോ? പറഞ്ഞു സാർ. യെസ്. ഇന്റർ ഇൻഡിവിജ്വൽ എഴുതിയോ? ഇന്റർ ഇൻഡിവിജ്വൽ intra-individual in psychology, variations in a person's characteristics, comma behavior, characteristics, comma behavior are observed when WHEN observed when assessed, ASSESSED assess ചെയ്യാന്ന് പറയില്ല നമ്മൾ, assessed at different times, different times or
മിസ് ടൈപ്സ് ആണോ ടൈം ആണോ? ടൈം TIMES ടൈംസ്. ഓക്കെ. Different times or in different situations. Different times or in different situations. Different situations. Intra-individual differences in psychology are variations in a person's. എന്തിലൊക്കെയാണ് variations വരുന്നത്? Characteristics, behavior, or observation. Observed when assessed at different time or in different situations. ഓരോരോ സമയത്തിലും അല്ലെ ഓരോ ടൈമിലും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചും ഓരോ ബിഹേവിയറിലും ക്യാരക്ടറിസ്റ്റിക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ വേരിയേഷൻസിനെയാണ് നമ്മൾ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അത് സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. ഓക്കെ, സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ഓരോ ടൈമിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് ആണ് എന്ത് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, അതിന്റെ പേരുകൾ മാത്രമേ ചോദിക്കുള്ളൂ. അറിയാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബെസ്റ്റ് മെയിൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ട്രേറ്റ്സോ ഇന്റർ ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇത് മാത്സ് മാത്രമായിരിക്കും ആദ്യം ചോദിക്കുന്ന എക്സാമിന്. ഇന്റർ ഇൻഡിവിജ്വൽ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. പേര് നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്യണേ. അടുത്തൊരു നേച്ചർ ആണ് എന്ത്? എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. Education significance of individual differences. അതായത് വിദ്യാഭ്യാസത്തില് ഈ വ്യക്തി വ്യത്യാസങ്ങളുടെ പ്രാധാന്യം എന്താണ്? എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഈ ഒരു വ്യക്തി വ്യത്യാസങ്ങളുടെ പ്രാധാന്യം എന്താണ്? എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? Knowledge of individual differences of pupils is enormous significance to the teacher. അല്ലേ? വിദ്യാർത്ഥികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ അറിയുക എന്നുള്ളതാണ് അധ്യാപകന്റെ ഏറ്റവും പ്രഥമമായ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലെ, അധ്യാപകന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത്? കുട്ടികൾ പരസ്പരം വ്യത്യസ്തരാണ്. ഓരോ കുട്ടികളിലും എബിലിറ്റിയിലും സ്കില്ലും നോളേജും എല്ലാത്തിലും എന്താണ് വ്യത്യസ്തതയുള്ളവരാണെന്നാണ് ആദ്യം അധ്യാപകരാണത് തിരിച്ചറിയേണ്ടത്. ഓക്കെ, understanding the appreciation of individual differences among pupils are rudimentary to providing each and every pupil with the educational experiences geared to his potentialities, interests, and experimental background. Understand and appreciation of individual differences. എന്താണ് പറയുന്നത്? വിദ്യാർത്ഥികൾക്കിടയിലുള്ള വ്യക്തി വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് വിലയിരുത്തുന്നതിനും എന്താണ്? അത് വിലയിരുത്തുക എന്ന് പറയുന്നത് തന്നെയാണ് റൂഡിമെന്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അല്ലെ, നമ്മൾ പറഞ്ഞു അധ്യാപകൻ ആദ്യം തന്നെ എല്ലാ കുട്ടികളും എന്താണ് വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കുകയും വേണം. മാത്രമല്ല അതാണ് ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് വ്യക്തി വ്യത്യാസങ്ങളോടെ വിദ്യാർത്ഥികളെ മനസ്സിലാക്കുക എന്ന് തന്നെയാണ് എന്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവന്റെ എന്തൊക്കെയായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ്, അല്ലെ, ഓരോ കുട്ടികൾക്ക് ഓരോ പൊട്ടൻഷ്യൽ ആയിരിക്കുള്ളൂ. ദെൻ ഇൻട്രസ്റ്റുകള്, എക്സ്പീരിയൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇത്തരം കാര്യങ്ങൾ ആദ്യം തന്നെ അധ്യാപകർ മനസ്സിലാക്കിയിരിക്കും. അല്ലെ, അപ്പൊ ഓരോരുത്തരും എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് എല്ലാവരുടെയും വ്യത്യസ്തമായിരിക്കും. അല്ലെ, നമ്മളെ ഓരോ പഠന അനുഭവങ്ങളും നമുക്ക് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, the democratic approach in education anticipates equal educational opportunities for all. നമ്മുടെ ഡെമോക്രാറ്റിക് അപ്രോച്ച് അനുസരിച്ചിട്ട് നമ്മൾക്ക് വിദ്യാഭ്യാസം ഏത് രീതിയിലാണ് വരുന്നത്? ഏത് രീതിയിലാണ് നമുക്ക് വിദ്യാഭ്യാസം വരുന്നത്? ഏത് രീതിയിലാണ്?
equal educational equal education opportunities for all. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവസരമാണ് അല്ലെ? നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് നിർബന്ധിത സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും അത് ജസ്റ്റ് പറഞ്ഞോളൂ. എന്താണ് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. Equal education opportunities does not inevitably mean the same education opportunity that may really promote greater inequality. എന്താണ് എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം എന്ന സംവിധാനം കൊടുത്തില്ല എങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇന്നിക്വാളിറ്റി ഉണ്ടായിരിക്കും അല്ലെ? അസമത്വം ഉണ്ടായിരിക്കും. അതായത് കുട്ടികൾക്ക് കൊടുക്കേണ്ട അവസരങ്ങൾ, സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയത്ത് അവർക്ക് എന്താണ് അത് കൊടുക്കാതെ, ആ ഒരു അവസരം കൊടുക്കാതിരുന്നാൽ അവിടെ എന്തിനെയാണ് പ്രമോട്ട് ചെയ്തതെന്നാണ് പറയുന്നത്? ഇന്നിക്വാളിറ്റിയാണ് അവിടെ പ്രമോട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ഇന്നിക്വാളിറ്റി എന്ന് പറഞ്ഞാല്? ഇന്നിക്വാളിറ്റി അല്ലെ? അസമത്വം ഉണ്ടാകാനായിട്ട് പാടില്ല. പക്ഷെ അങ്ങനെ ആ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇന്നിക്വാളിറ്റി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. Rather, it means the best education for each child. അല്ലെ? അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഓരോ കുട്ടികൾക്കും എന്താണ് നല്ല വിദ്യാഭ്യാസം, ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ? നമുക്ക് അതിനുള്ള അവസരം ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? നമ്മൾക്ക് അത് അംഗീകരിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെ എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം ഒരേപോലെ രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. അവിടെ അങ്ങനെ കൊടുക്കാതിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഇന്നിക്വാളിറ്റി ഉണ്ടാവുക, അസമത്വം ഉണ്ടാകുന്നതും മറ്റു പ്രശ്നങ്ങളിലേക്ക് അത് എത്തിപ്പെടും. അപ്പൊ ഓരോ കുട്ടികൾക്കും എന്താണ് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് ഓരോ കുട്ടികൾക്കും നമ്മൾ കൊടുക്കേണ്ടത്. There is nothing so unlike the equal treatment of unequals. എന്താണ് പറയുന്നത്? There is nothing so unlike equal treatment of unequals. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? സമാന വിദ്യാഭ്യാസം എന്നും ഒരേപോലെ ആയിരിക്കില്ല എന്ന്. സമാന വിദ്യാഭ്യാസം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. യെസ്, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്താണ് നമ്മള് എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല അല്ലെ? There is nothing unlike to equal treatment of unequals. ഈക്വൽ ആയിട്ട് പക്ഷെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ സാധിക്കണം എന്നത് അല്ലെ? എല്ലാ രീതിയിലുള്ള ഒരു ഈക്വൽ ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ പെഡോസെൻട്രിക് എഡ്യൂക്കേഷന്റെ പ്രകാരം, പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന പദ്ധതിയുടെ പ്രകാരം എന്താണ് ഒരു പ്രോപ്പർ പ്രോഗ്രാംസുകളാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നൽകപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെയാണത്? അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ മീൻസ് അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്യാം. Pedocentric education means proper arrangements for children education. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട പ്രത്യേക പരിപാടികൾ, പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻസിന്റെ ആ പദ്ധതികളിൽ ഉൾപ്പെടുന്നത്. അതായത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ക്രമീകരണത്തിന് വേണ്ടി കേട്ടോ. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ക്രമീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻസിന്റെ പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? അനലൈസിംഗ് ദ പെക്യുലർ നേച്ചർ ആൻഡ് സ്പെഷ്യൽ എബിലിറ്റീസ്. എന്താണ് ആ വിദ്യാഭ്യാസത്തിന്റെ പെക്യുലർ നേച്ചറും സ്പെഷ്യൽ എബിലിറ്റീസിനെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ എന്താണ് എല്ലാ സ്പെഷ്യൽ എബിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ഒരു അനലൈസിംഗ് വിശകലനം ഉണ്ടായിരിക്കണം. Then in a democratic country, every individual has the right to attain a definite level of development. In a democratic country, every individual, ഓരോ ഇൻഡിവിജ്വൽസിന് എന്തുണ്ടെന്നാണ് പറയുന്നത്? Right to attain a definite level of development.
ഇന്ത്യയിൽ ഓരോ പൗരനും എന്താണ് ഒരു നിശ്ചിത തലത്തിലുള്ള വികസനം കൈവരിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ ജനങ്ങൾക്കും അല്ലെ, എല്ലാ ഇൻഡിവിജ്വൽസിനും അവിടെ നിശ്ചിത രീതിയിൽ ഒരു വ്യക്തിത്വ വികസനം കൈവരിക്കാനുള്ള എല്ലാ അവകാശങ്ങളിലും അവർക്കുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ പ്രാധാന്യം എന്തെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പ്രാധാന്യം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് വായിച്ചു നോക്കിയത്. ആദ്യം തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? എല്ലാ അധ്യാപകരും കുട്ടികളെ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അല്ലെ. നോളജ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് pupils enormous significant to the teacher. വിദ്യാർത്ഥികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ എന്താണെന്ന് അധ്യാപകര് തിരിച്ചറിഞ്ഞിരിക്കണം അല്ലെ. അതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. എന്ത്? വ്യക്തി വ്യത്യാസങ്ങളെ തിരിച്ചറിയുക. അവരെല്ലാവരും എല്ലാവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് അധ്യാപകർ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് വേണം ആ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരോട് ബിഹേവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഓരോ കുട്ടികളുടെയും വിദ്യാഭ്യാസം, ഓരോ കുട്ടികളുടെ പഠനാനുഭവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവരുടെ പൊട്ടൻഷ്യൽസും ഇൻട്രസ്റ്റും ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നത് അല്ലെ. ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ചസ് അനുസരിച്ചിട്ടാണെങ്കിൽ എന്താണ് എല്ലാവർക്കും ഈക്വൽ ആയിട്ടൊരു വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ വിദ്യാഭ്യാസവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് എല്ലാവർക്കും ഒരേപോലെ തന്നെ കിട്ടണമെന്നില്ല. എല്ലാവരിലും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഒരേപോലെ തന്നെ കിട്ടണമെന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഒരു പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉൾപ്പെടുന്നത്. പെഡോസെൻട്രിക് പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് പറയുന്നത്? പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് ഫോർ ചൈൽഡ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. അതായത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ക്രമീകരണങ്ങളാണ് എന്തിൽ വരുന്നത്? പെഡോസെൻട്രിക് എഡ്യൂക്കേഷനിലെ പ്രോഗ്രാംസിൽ ഉൾപ്പെടുന്നത്. കുട്ടിയുടെ ശരിയായ വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ക്രമീകരണങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? ഒരാളെ നെയ്മാ പെഡോ എന്ന് പറഞ്ഞാല് നെയിം ഇട്ടാണോ അതോ? ഇല്ല, പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന പദ്ധതിയാണ് കേട്ടോ. വിദ്യാഭ്യാസ പ്രോഗ്രാം ആണത്. അതെന്താണ് നമ്മൾക്ക് തരുന്നത്? പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് ഫോർ എ ചൈൽഡ് എഡ്യൂക്കേഷൻ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ക്രമീകരണങ്ങളാണ്, ഒരു അറേഞ്ച്മെന്റ്സ് ആണ് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ പദ്ധതിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. പെഡോസെൻട്രിക് എഡ്യൂക്കേഷനിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്, കുറെ മാനദണ്ഡങ്ങളും സ്റ്റാൻഡേർഡ്സ് പ്രോട്ടോകോൾസും ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്കത് ജസ്റ്റ് അവിടെ സൂചിപ്പിച്ചിരുന്നോളൂ കേട്ടോ. മതി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഡിഫറൻസസ് എന്നാണ് കേട്ടോ, അവിടെ ഡിഫറൻസസ് എന്നായിക്കണം കേട്ടോ, തെറ്റാണിത്. ഡിഫൻസ് ആണോ? ഡിഫൻസ് എന്നാണ് ഇവിടെ കിടക്കുന്നത്, പക്ഷെ ഡിഫൻസ് അല്ല, ഡിഫറൻസസ് ആണ്. എന്റെ ടെക്സ്റ്റില് ഡിഫറൻസസ് ആണ്. നിങ്ങളുടെ എങ്ങനെയാണ്? ഡിഫൻസ് എന്നാണ്, ആണോ? ഡിഫൻസ് അല്ല, ഡിഫറൻസസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. എന്റെ ഡിഫറൻസ് എന്നാണ് കിടക്കുന്നത്, ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നാണ് കിടക്കുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ, നോക്കിയിട്ട് മാറ്റാം കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഡിഫറൻസ് തന്നെ ആയിരിക്കും മാം, അതിന്റെ താഴെ ഇപ്പൊ മാർക്ക് വന്നാൽ തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. മിസ്സേ നാളെ വരെ ക്ലാസ് ഉണ്ടാവും? ഓ, നാളെ വരെ. നാളെ എനിക്ക് ക്ലാസ് ഉണ്ടോ? അതാ അറിയത്തില്ല. പറഞ്ഞില്ലേ? ഇല്ല, അറിയില്ല കേട്ടോ എങ്ങനെയാണെന്ന്. അറിയിക്കും നിങ്ങളോട് കേട്ടോ, അതിന്റെ നിർദ്ദേശമൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. സൈൻ ഔട്ട് ഉണ്ട്. സൈൻ ഔട്ട് ഉണ്ട് മിസ്സേ. ഓക്കെ,
നെക്സ്റ്റ് ക്ലാസ്സിൽ ചിലപ്പോ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കാണുന്നത് ചിലപ്പോ അല്ലേ? അതെ അതെ. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സൈൻ ഔട്ട് ഉണ്ടല്ലോ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.